Good morning. Good morning, ma'am. Good morning. Good morning, Miss. Good morning, Miss. Morning. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അപ്രോച്ചസ് പറഞ്ഞിരുന്നു അല്ലെ. അപ്പം ഇനി അപ്രോച്ചസ് തുടങ്ങിയുള്ള ഭാഗങ്ങള് നിഷ് ടീച്ചർ ആയിരിക്കും എടുക്കുന്നത്, നിഷ മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ടീച്ചർ ഇൻഡിവിജ്വൽ ബിഹേവിയർ തുടങ്ങിയുള്ള ഭാഗമാണ് ഇനി എടുക്കുന്നത്. ഇത് വലിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് പല ടീച്ചേഴ്സ് ആയിട്ടായിരിക്കും എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ടൈലറിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തുടങ്ങി ഒന്നും കൂടി ടീച്ചർ നിഷ മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ആ ഭാഗം തുടങ്ങി എല്ലാ അപ്രോച്ചസുകളും ടീച്ചർ എടുത്തോളും. ഓക്കെ, ഗുഡ് മോർണിംഗ് ആര്യ. ഗുഡ് മോർണിംഗ്. ഓർഗനൈസേഷൻ ബിഹേവിയറിലെ തന്നെ ഒരു ഭാഗമാണ് ഇത് കേട്ടോ. പേജ് നമ്പർ ഒന്ന് നോക്കിയെടുക്കുക കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറയോ? 21. പേജ് നമ്പർ 21. ഓക്കെ, ഇല്ല അതാണ് ടീച്ചർ പറഞ്ഞത്. അപ്രോച്ചസ് ബാക്കിയുള്ള അപ്രോച്ചസ് എല്ലാം നിഷംസ് എടുക്കും കേട്ടോ. ടീച്ചർ ഇൻഡിവിജ്വൽ ബിഹേവിയർ തുടങ്ങിയാണ് ഇനി എടുക്കുന്നത്. മറ്റേതിന്റെ കണ്ടിന്യൂഷൻ ടീച്ചർ എടുത്തോളും. ഓക്കെ, യെസ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. Individual behavior, foundation of individual behavior.
എന്താണ് വ്യക്തിഗത പെരുമാറ്റത്തിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ വ്യക്തിഗത പെരുമാറ്റത്തിന്റെ ഫൗണ്ടേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്തൊക്കെയാണ്, എന്താണ് ഒരു ഇൻഡിവിജ്വലിന്റെ ആവശ്യകതകൾ, എന്താണ് ഒരു സൈക്കോളജിക്കൽ റിലേറ്റഡ് തിയറീസ് ഒക്കെ ഇതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. Human behavioral phenomena, as it is most difficult to define in absolute terms. It is primarily a combination of response to external and internal stimuli. These responses would reflect the psychological structure of the person and may be a result of a mixture of biological and psychological process. Interprets them, responds to them in a suitable manner and learn from the result of these response. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ട് ആണ് അല്ലെ. ഹ്യൂമൻ പ്രത്യേകിച്ച് മനുഷ്യന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അല്ലെ. യെസ്, അതായത് പലതരത്തിലുള്ള സ്റ്റിമുലീസ് എന്ന് പറഞ്ഞ ഉത്തേജകങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും നമ്മൾ അഫക്ട് ചെയ്യുന്ന ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഉത്തേജകങ്ങളെല്ലാം തന്നെ എന്താണ്, ദീസ് റെസ്പോൺസസ് വുഡ് റിഫ്ലക്ട് ദ സൈക്കോളജിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പേഴ്സൺ. അതായത് നമ്മളിൽ ഓരോ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഫാക്ടേഴ്സ്, കുറെ ആസ്പെക്ട്സുകളുണ്ട്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഈ നമ്മളെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മുടെ പെരുമാറ്റത്തിനെയാണ് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ഓക്കെ, യെസ്, അതായത് ജൈവശാസ്ത്രപരമായിട്ടും അതേപോലെ തന്നെ എന്താണ് മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രക്രിയയുടെ ഫലമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ബിഹേവിയർ എന്ന് പറയുന്നത്. പല പ്രോസസ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ റെസ്പോൺസ് വരുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ മോശമാണെങ്കിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ മോശമാണെങ്കിൽ എന്താണ്, നമുക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. മെന്റലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അതോടൊപ്പം തന്നെ എന്താണ് അവിടെ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് ആ ഓർഗനൈസേഷന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന്റെ സൈക്കോളജിക്കൽ പ്രോസസ് അല്ലെങ്കിൽ മാനസിക നില അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു തിയറി ഇവിടെ പറയുന്നത്, തിയറി ആരാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, കേർട്ട് ലെവിൻ ആണ്. കേർട്ട് ലെവിൻ എന്ന സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഡൈനാമിക്സിനെ കുറിച്ചിട്ടുള്ള തിയറി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു തിയറി മാത്രമല്ല, ഒരുപാട് തിയറീസ് അദ്ദേഹത്തിന്റെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. യെസ്, psychology Kurt Lewin has conducted considerable research into human behavior and its cases. ഇപ്പൊ കേർട്ട് ലെവിൻ അദ്ദേഹം എന്തിനെ കുറിച്ചിട്ടുള്ള പരീക്ഷണമാണ്, എന്തിനെ കുറിച്ചുള്ള റിസർച്ച് ആണ് നടത്തിയിരിക്കുന്നത്, മനുഷ്യന്റെ പെരുമാറ്റത്തെയും അതിന്റെ കാരണങ്ങളെയും കുറിച്ചിട്ടുള്ള, ഈ മനുഷ്യൻ ഇടപെടുന്നതിന്റെ കാരണങ്ങളെ, അവരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള കാരണങ്ങളെ കുറിച്ചുള്ള റിസർച്ച് ആണ് ആര് കണ്ടെത്തിയത്, സൈക്കോളജിസ്റ്റ് ആയ കേർട്ട് ലെവിൻ കണ്ടെത്തിയത്. അതായത് ഒരു ഗ്രൂപ്പിൽ ഒരാൾക്കാരൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് അവർ മോശമായി ബിഹേവ് ചെയ്യേണ്ട കാരണങ്ങൾ, ഒരു ഗ്രൂപ്പിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള ബിഹേവിയർ ആണ് അവർക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പഠനമാണ് ആര് നടത്തിയത്, കേർട്ട് ലെവിനായ സൈക്കോളജിസ്റ്റ് നടത്തിയത്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്, മനുഷ്യന്റെ പെരുമാറ്റത്തെയും അതിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് കേർട്ട് ലെവിൻ നടത്തിയത്. ഇനി അദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കിയ കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഹി ബിലീവ്സ് ദാറ്റ് പീപ്പിൾ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഡൈവേഴ്സ്ഡ് ഫാക്ടേഴ്സ്. അദ്ദേഹം ഈ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങൾ ഉണ്ടെന്നാണ് അല്ലെ. ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കാനായിട്ട് പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഘടകങ്ങൾ. അതില് ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, നമ്പർ ഓഫ് ഡൈവേഴ്സ്ഡ് ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് ഡൈവേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈവിധ്യമായ പല കാരണങ്ങളുണ്ട്, വൈവിധ്യമായ പല ഘടകങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ജനിതകവും പാരിസ്ഥിതികവുമായിട്ടുള്ള ഘടകങ്ങൾ. Then and the influence of these factors determine the pattern of behavior. അപ്പൊ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന 2-3 ഘടകങ്ങളാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ കണ്ടെത്തിയത്. എന്തൊക്കെയാണ്, ഒന്ന്
വൈവിധ്യമാർന്ന ഘടകങ്ങളുണ്ട്. ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളാണ് ഒരു മനുഷ്യന്റെ ബിഹേവിയർ പാറ്റേണിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പെരുമാറ്റ രീതിയെ സ്വാധീനിക്കുന്നതെന്ന് ആരാണ് കണ്ടെത്തിയത്? സൈക്കോളജിസ്റ്റായ കർട്ട് ലെവിനാണ് കണ്ടെത്തിയത്. ഓക്കെ, യെസ്. അപ്പൊ അദ്ദേഹം എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്, എന്തിനെ കുറിച്ചിട്ടുള്ള റിസർച്ച് ആണ് നടത്തിയത്? കർട്ട് ലെവിൻ എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്? മനുഷ്യന്റെ പെരുമാറ്റത്തെയും അതിന്റെ കാരണങ്ങളെയും കുറിച്ചിട്ട് കേട്ടോ. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് കേസസ്. മനുഷ്യന്റെ പെരുമാറ്റത്തെയും അതിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയത് പല ഫാക്ടേഴ്സ്, പ്രത്യേകിച്ച് ഡൈവേഴ്സ് ഫാക്ടേഴ്സും ജനറ്റിക് എൻവയോൺമെന്റ് ഫാക്ടേഴ്സും ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, ഇനി നമുക്കറിയാം ഇൻഡിവിജ്വൽ ബിഹേവിയർ രണ്ട് കാരണങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സിൽ അഫക്റ്റഡ് ആണ്. അതിൽ നമ്മളിപ്പോ എന്താണ് പേഴ്സണൽ ഫാക്ടേഴ്സും വരാം. ഇതിവിടെ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. തിയറി അനുസരിച്ച് പേഴ്സണൽ ഫാക്ടറും വരാം, അതേപോലെ തന്നെയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതിലൊരു പോയിന്റ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനുഷ്യ സ്വഭാവത്തിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരും? പേഴ്സണൽ ആയിട്ട് വരുന്നത് പേഴ്സണാലിറ്റി വരും അല്ലെ, മോട്ടിവേഷൻ വരും, ആറ്റിറ്റ്യൂഡ്സ്. ഇതൊക്കെയാണ് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരാളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് എന്താണ് മോട്ടിവേഷൻ. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഒരാളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഫിസിക്കൽ സറൗണ്ടിങ്സ് അല്ലെ, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആ സോഷ്യൽ സിറ്റുവേഷൻ, അതൊക്കെയാണ് ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ട് ഒരാളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അദ്ദേഹം മെയിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതൽ അദ്ദേഹം കണ്ടെത്തിയ പഠനങ്ങളിലെ മനുഷ്യനും പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ചുറ്റുപാടുമായിട്ട് മനുഷ്യന്റെ പെരുമാറ്റം എത്രത്തോളം സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ എൻവയോൺമെന്റും ഹ്യൂമൻ ബിഹേവിയറും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞ പഠനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ തിയറിയിൽ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദെയർ എൻവയോൺമെന്റ്. കർട്ട് ലെവിൻ പറയുന്നത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എൻവയോൺമെന്റ് ആൻഡ് ഇൻഡിവിജ്വൽസ്, അതായത് ഒരു വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് കർട്ട് ലെവിൻ നടത്തിയത്. അവിടെ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം വരും അല്ലെ, പെരുമാറ്റത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു തിയറിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? കർട്ട് ലെവിന്റെ തിയറി ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്. അപ്പോൾ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മനുഷ്യന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്ന്, വൈവിധ്യമാർന്ന ഘടകങ്ങളുണ്ട്, ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഡൈവേഴ്സിറ്റി ഫാക്ടേഴ്സ് ആൻഡ് ജനറ്റിക് ഫാക്ടർ എന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ കംപ്ലീറ്റ് പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കോ. സൈക്കോളജി തുടങ്ങി ബിഹേവിയർ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കും. ഇത് പഠിക്കണം കേട്ടോ. നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടാണ് അല്ലെ. നമ്മൾക്ക് തരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം രൂപീകൃതമാവുള്ളൂ. നമ്മളോട് എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാട് റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളും അതിലേക്ക് ഇന്ററാക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതിപ്പോ എങ്ങനെയാണെങ്കിലും ഇപ്പോ നമ്മള് ഓർഗനൈസേഷൻ മാത്രമല്ല, നമ്മുടെ ഹോം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പരിസരങ്ങളാണെങ്കിൽ എന്താണ്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ തിരിച്ചും അവർക്ക് അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കുന്നത്. അത് ഏത് സാഹചര്യങ്ങൾ, അതിപ്പോ മനുഷ്യനും പ്രകൃതിയും അല്ലെങ്കിൽ അനിമൽസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, മനുഷ്യനാണ് പക്ഷെ കുറച്ചുകൂടി ഇത്തരത്തില് ചേഞ്ചസ് വരുന്നത്, ബിഹേവിയർ ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നത് ആർക്കാണ്? മനുഷ്യനാണ്. ഓക്കെ, എനി ടൈം പീപ്പിൾ ബൈ സംതിങ് ഫോർ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. Anytime people buy something, for example a car, both the buyer and the seller sign a contract that specify the terms of the sales agreement. നമ്മളിപ്പോ ഒരു കാറ് വാങ്ങിയെന്ന് വിചാരിക്കാം. കാറ് വാങ്ങുന്ന സമയത്ത് വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിൽ എന്തുണ്ടാവും? ഒരു സെയിൽസ് എഗ്രിമെന്റ് ഉണ്ടാവും അല്ലെ, അതായത് ഒരു കരാർ ഉണ്ടാവും അല്ലെ. അയാൾ തമ്മിൽ, വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിൽ. ഇപ്പൊ കാറ് മാത്രമല്ല എന്തുവാണെങ്കിലും അതേപോലെ തന്നെയാണ് എന്ത്
അതേ എക്സാമ്പിളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ഓർഗനൈസേഷനിലേക്കാണ്. എങ്ങനെയാണ്? മോസ്റ്റ് പീപ്പിൾ വെൻ ദേ ബിഗിൻ എ വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓർഗനൈസേഷൻ ഫോർമുലേറ്റ് എ സൈക്കോളജിക്കൽ കോൺട്രാക്ട് വിത്ത് ദെയർ എംപ്ലോയർ. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് ആ കമ്പനി ഉടമയും അല്ലെങ്കിൽ നമ്മളും തമ്മിൽ, സ്റ്റാഫും തമ്മിൽ ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്ട്, അതായത് ഒരു മനഃശാസ്ത്ര കരാറിൽ ഏർപ്പെടുന്നുണ്ട്. മനഃശാസ്ത്ര കരാർ എന്ന് പറയുന്നത് എന്തായിരിക്കാം? നോക്കാം. അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് നമ്മളൊരു കാറും ഒരു സെയിൽസ് അഗ്രിമെന്റ് പോലെ തന്നെ ഇവിടെ ഒരു കമ്പനിയിലും എന്തുണ്ട്? ഇത്തരത്തിലൊരു കരാറ് വരുന്നുണ്ട്. പക്ഷെ അത് ലീഗലി അല്ല, റിട്ടേണും അല്ല. എങ്ങനെയാണ്? സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലുള്ള ഒരു നിബന്ധനകളാണ്, അല്ലെങ്കിൽ കരാറാണ്. അതെങ്ങനെയായിരിക്കും ഒരു സൈക്കോളജിക്കൽ കരാർ വരുന്നത്? നമുക്ക് നോക്കാം. ഇത് ആരൊക്കെ തമ്മിലാണ് കരാർ വരുന്നത്? സൈക്കോളജിക്കൽ കോൺട്രാക്ട് വരുന്നത് ആരൊക്കെ തമ്മിലാണ്? ഓർഗനൈസേഷനും എംപ്ലോയിയുമാണ്, അല്ലെ? എംപ്ലോയിയും തമ്മിലുള്ള ഒരു കരാറാണ്. നമുക്ക് നോക്കാം. A psychological contract is the overall set of anticipates that individual hold with respect to his or her contribution to the organization, and the organization respond to these contributions. A psychological contract is not written down like a legal contract. എന്താണ് ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ കരാർ എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനും സ്റ്റാഫും തമ്മിലുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ അവരുടെ നിബന്ധനകളാണ്. അതായത് ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന് നൽകുന്ന സംഭാവനകളാണ്. സംഭാവനകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? നമ്മളൊരു ഓർഗനൈസേഷൻ നമ്മൾ എന്തൊക്കെ സംഭാവനകൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കും? എന്തൊക്കെയായിരിക്കും നമ്മളുടെ കൊടുക്കുന്നത്? യെസ്, നമുക്ക് അവിടുന്ന് റെസ്പോൺസിബിലിറ്റി ഇങ്ങോട്ട് തരും, അല്ലെ? തിരിച്ച് നമ്മൾ എന്താ കൊടുക്കുന്നത് അങ്ങോട്ട്? നമ്മുടെ സ്കിൽസ് ആൻഡ് നോളജസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, അല്ലെ? നമ്മുടെ എബിലിറ്റീസ്, നമ്മുടെ ടാലൻസ് ഒക്കെയാണ് നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമാണ് അവർക്ക് എന്തുണ്ടാവുള്ളൂ? അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുള്ളൂ, അല്ലെ? അപ്പൊ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന് നൽകുന്ന സംഭാവനകളെ കുറിച്ചിട്ടും ആ സംഭാവനകൾക്ക് കൊടുക്കുന്ന പ്രതികരണങ്ങളാണ്. ഇപ്പോ നമ്മളുടെ സ്കില്ല് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബോണസ് കിട്ടും. സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടും, ഹയർ പൊസിഷൻസിലേക്കൊക്കെ പോകും, അല്ലെ? അപ്പൊ ആ ഒരു റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. അതായത് ഓർഗനൈസേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ എന്ത് തരും? അതിനുള്ള ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നതാണ്. അതാണ് എന്ത്? സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതൊരിക്കലും നിയമപരമായിട്ടുള്ള ഒരു കോൺട്രാക്ട് അല്ല, അതായത് ലീഗലി എഴുതപ്പെട്ട ഒരു കരാറല്ല എന്ത്? സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതൊരു ബിഹേവിയർ തലവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ വ്യക്തികളുടെയും കഴിവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന വർക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് എന്ത്? സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു നിയമപരമായിട്ടുള്ള കരാറല്ല. സൈക്കോളജിക്കൽ കോൺട്രാക്ട് ഇസ് നോട്ട് റിട്ടേൺ ഡൗൺ ലൈക്ക് എ ലീഗൽ കോൺട്രാക്ട്. നമ്മളിവിടെ പറഞ്ഞ പോലെ സെയിൽസ് എഗ്രിമെന്റ് പോലത്തെ ഉള്ളൊരു കരാറല്ല എന്ത്? സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്ന്? അറിയില്ലെങ്കിൽ ചോദിച്ചോളൂ, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. A psychological contract is overall set of anticipations that individual holds with respect to their contributions. ഒരു വ്യക്തി സ്ഥാപനത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് ആണ് ആര് സ്വീകരിക്കുന്നത്? ഓർഗനൈസേഷൻ സ്വീകരിക്കുന്നത്. ആ കോൺട്രിബ്യൂഷൻസിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് തരുന്നു? നമുക്ക് ഹയർ പ്രൊമോഷൻസ്, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സാലറി പാക്കേജസ് കൂട്ടി തന്നെ ഇല്ലേ? അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഈ ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്ടിന്റെ ബേസിസിലാണ് അത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്, നോക്കാം. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതൊരു ലീഗൽ കോൺട്രാക്ട് അല്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ലീഗൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അല്ല സൈക്കോളജിക്കൽ കോൺട്രാക്ട്. ഓക്കെ, യെസ്. The individual makes a variety of contribution to the organization. അല്ലെ, നമുക്കറിയാം നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അതിന് കൊടുക്കും. ആ ഒരു നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ അവിടെ ജോലി ചെയ്യുന്നത്, അല്ലെ?
അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇൻഡിവിജ്വൽ അവിടെ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്നത്? എഫേർട്സ് കൊടുക്കും അല്ലെ? എഫേർട്ട്, സ്കിൽസ്, എബിലിറ്റി, ടൈം, ലോയലിറ്റി ആൻഡ് സോ ഫോർത്ത്. എന്തൊക്കെ കൊടുക്കും ഒരു ഓർഗനൈസേഷൻ? നമ്മള് മാക്സിമം എഫേർട്ട് എടുക്കും, നമ്മുടെ സ്കിൽസ് നല്ല രീതിയിൽ കാണിക്കും, അതേപോലെ തന്നെ എബിലിറ്റി, ടൈം, നമ്മുടെ മാക്സിമം ടൈം അവിടെ എടുത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലോയൽറ്റി, നല്ല ലോയൽ ആയിട്ടുള്ള പെരുമാറ്റമായിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അതാണ് ഒരു ഓർഗനൈസേഷൻ ഒരു സ്റ്റാഫിന് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? ഒരാളെ വർക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടുന്നത്? ഈ കോൺട്രിബ്യൂഷന്റെ ഒക്കെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? This contribution is assumed to satisfy various needs and requirements for an organization providing incentives. അല്ലെ? നമ്മ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് ഓക്കെ ആണ്, എല്ലാം ഫുൾഫിൽ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ എന്ത് തരും? നമുക്ക് അതിനുള്ള കോമ്പൻസേഷൻസ് അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെയായിട്ടാണ് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? പേ അല്ലെ? സച്ച് ആസ് പേ, പ്രമോഷൻ, ജോബ് സെക്യൂരിറ്റി എക്സെട്ര. ഓക്കെ, മനസ്സിലായോ നേരത്തെ പറഞ്ഞ കാര്യം? സോഷ്യൽ സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്താണെന്ന് ഇതിനെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. ഓർഗനൈസേഷൻ നമ്മുടെ മാക്സ് എഫേർട്ടും സ്കിൽസ് കൊടുക്കുന്നത് വഴി നമുക്ക് ഓർഗനൈസേഷൻ തിരിച്ച് എന്ത് തരുന്നു? അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രമോഷൻ, ജോബ് സെക്യൂരിറ്റി, പേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് അങ്ങനെ അത്തരം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടിട്ടാണ് ഒരു ഇൻഡിവിജ്വലിനെ അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒരു സ്റ്റാഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Just as the contribution available from the individual must satisfy the organization needs, the inducement must serve the individual's needs. എന്താണ് പറയുന്നത്? ഒരു സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ നേടിയെടുത്തു കഴിഞ്ഞാൽ എന്താണ്? നേടിയെടുക്കാനായിട്ട് നമ്മളെ ഇൻഡ്യൂസ്മെന്റ് ചെയ്യുമെന്ന് പറയുന്നത്. ഇൻഡ്യൂസ്മെന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡ്യൂസ്മെന്റ് കേട്ടിട്ടുണ്ടോ? ഒരു വാക്ക് ഇൻഡ്യൂസ്മെന്റ്. ഇൻഡ്യൂസ്മെന്റ് നമ്മൾ വേറൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും, മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രേരണ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഓരോ സ്റ്റാഫുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ HRM-ലൊക്കെ പഠിച്ചിട്ടുണ്ട്, മോട്ടിവേഷൻസ് കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡ്യൂസ്മെന്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുന്നത്? ആ സ്ഥാപനത്തിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല മോട്ടിവേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മോട്ടിവേഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ജോബ് റൊട്ടേഷൻ ഓർക്കുന്നുണ്ടോ? ജോബ് റൊട്ടേഷൻ പഠിച്ചിട്ടുണ്ട്. ജോബ് എൻറിച്ച്മെന്റ് പഠിച്ചിട്ടുണ്ട്. ജോലി വിപുലീകരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ, പിന്നെ എന്തൊക്കെയാണ് മോട്ടിവേഷൻ ടെക്നിക്സ് ഒരു കമ്പനി കൊടുക്കുന്നത്? കുറെ ഉണ്ടായിരുന്നത് അല്ലെ? മറന്നുപോയി. ഓക്കെ, അപ്പൊ ഒരു കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്? ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മള് മോട്ടിവേഷൻസ് കൊടുക്കുന്നത്. അപ്പൊ മോട്ടിവേഷൻസ് കൊടുക്കുമ്പോൾ എന്താണ്? അവർക്ക് നല്ല രീതിയിൽ അവിടെ ഇൻഡിവിജ്വൽസിന്റെ നീഡ്സും അംഗീകരിക്കുന്ന രീതിയിൽ അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ നിറവേറ്റിയാണ്. ഓർഗനൈസേഷന്റെ കാര്യവും നടക്കും, സ്റ്റാഫുകളുടെ ആവശ്യങ്ങളും നടക്കും അല്ലെ? മോട്ടിവേഷൻ ചെയ്യുന്നതോടെ അല്ലെങ്കിൽ അവർക്ക് സാലറി വേജസ് ഒക്കെ കൂട്ടി കൊടുക്കുന്നതോ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ്? രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് തന്നെയാണ് കിട്ടുന്നത് അല്ലെ? മോട്ടിവേഷൻ കൊടുക്കുന്നതനുസരിച്ച് വർക്കേഴ്സ് എന്താണ്? നല്ല രീതിയിലൂടെ വർക്ക് ചെയ്യും അല്ലെ? വർക്ക് ചെയ്യുന്നതനുസരിച്ച് എന്താണ്? ഓർഗനൈസേഷൻ എന്തുണ്ടാവും? അച്ചീവ്മെന്റ് ഉണ്ടാവും. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്? മോട്ടിവേഷൻസ് കൊടുത്ത് ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ നേടിക്കൊടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽസിന്റെ ആവശ്യങ്ങൾ അവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്റ്റിന്റെ ബേസിസിലാണ് എന്ത് നടക്കുന്നത്? ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരിക്കലും നിയമപരമായിട്ടുള്ള ഒരു കരാറല്ല, ചില നിബന്ധനകളാണ് അല്ലെങ്കിൽ ബിഹേവിയറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എന്ത്? സൈക്കോളജിക്കൽ കരാറിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ? If both individuals and the organization consider the psychological contract fair and equitable,
they will be satisfied with the relationship, will likely continue it. If either party comprehends an imbalance or iniquity in the contract, it may be initiate a change. A major challenge faced by an organization thus is to manage psychological contracts. ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇപ്പൊ ഈ മാനസികപരമായിട്ടുള്ള ഒരു കരാർ, ഈ സൈക്കോളജിക്കൽ കരാർ എന്ന് പറയുന്നത് തികച്ചും എന്താണ്? ഇക്വിറ്റബിൾ ആണ് അല്ലെ? രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. They will be satisfied with the relationship and will likely continue. അപ്പൊ ഇത്തരം നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ കമ്പനി അതിനനുസരിച്ച് നമുക്ക് എന്താണ് ബെനിഫിറ്റ് തരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ എന്താണ്, നമ്മൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യും അല്ലെ? നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല, നമുക്ക് ആ ജോലി കൊണ്ട് വേറെ തടസ്സങ്ങളില്ല, നമുക്ക് വളരെ ഫീൽ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, ആവശ്യത്തിന് ശമ്പളം കിട്ടുന്നുണ്ട്, ബാക്കി ഇൻസെന്റീവ്സ് ബോണസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ, നമ്മൾ അവിടെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? നമുക്ക് ഈ സൈക്കോളജിക്കൽ കോൺട്രാക്ട് കൊണ്ട് നല്ല ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യത്, ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും, അങ്ങനെ തന്നെ ആ ജോലി തുടരാനായിട്ട് നമുക്ക് തീരുമാനിക്കും. പക്ഷെ if either party comprehends imbalance or iniquity in the contract, ഈ സൈക്കോളജിക്കൽ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ വരികയാണെങ്കിൽ എന്താണ്, അതൊരു പുതിയ മാറ്റമായിപ്പോൾ ചിലപ്പോൾ അതൊരു മാറ്റത്തിന് കാരണമായത്. അതായത് സൈക്കോളജിക്കൽ കോൺട്രാക്ട് പ്രകാരമാണ് നമുക്ക് ഇങ്ങനെ ഇൻസെന്റീവ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ ഇതിന് എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ എല്ലാ ഓർഗനൈസേഷനും ഫേസ് ചെയ്യുന്ന മെയിൻ ചാലഞ്ച്, ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? It's to manage psychological contract. അതായത് എല്ലാ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിനനുസരിച്ച് അവരെ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ടത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചാലഞ്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണ്, ഡൈനാമിക് നേച്ചർ ഉള്ളവരാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. എത്രത്തോളം കോൺട്രാക്ട്സുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം തന്നെ അപ്പാടെ തകരാറുന്നത്. ഒരു മോശമായ പ്രവൃത്തി ആ ഒരു ഓർഗനൈസേഷനെ മൊത്തമായിട്ട് അത് ബാധിക്കും. ഇപ്പോ ഒരു കമ്പനി ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ കോൺട്രാക്ട് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, സൈക്കോളജിക്കൽ കോൺട്രാക്ട്സ് ഒരു കമ്പനീനെ ബേസ് ചെയ്ത് നല്ലതാണോ അല്ലയോ? വേണോ? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്ട്സ് നല്ലതാണോ വേണ്ടയോ, ചീത്തയാണോ? വേണം എന്നാണ് അല്ലെ? വേണം, യെസ്, നല്ലതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു കോൺട്രാക്ട്സ് നിലനിർത്തേണ്ടത് ഓർഗനൈസേഷന്റെ ചുമതലയാണ്. ഓർഗനൈസേഷന്റെ മാത്രമാണോ? അല്ല, പ്രത്യേകിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റേതാണ്. എംപ്ലോയീസും അതേപോലെ തന്നെ ആ ബിഹേവിയർ കാണിച്ചാൽ മാത്രമായിരിക്കും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. നെക്സ്റ്റ് one specific aspects of managing psychological contracts. നമ്മൾ ഇത് മുഴുവൻ പറയുന്നത് ഇൻഡിവിജ്വൽസ് ബിഹേവിയറിന്റെ ഫൗണ്ടേഷൻസിന്റെ ആണ് കേട്ടോ. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. One specific aspects of managing psychological contract is managing the person job fit. The person job fit is the extent to which the support made by the individual matches the encouragement offered by the organization. എന്താണ് ജോബ് ഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സൺ ജോബ് ഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടീച്ചർ പറഞ്ഞ അത്രയും സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ, ഓർഗനൈസേഷൻ വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു ജോബ് ഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജോലി അനുയോജ്യം, യെസ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോബ് അല്ലേ? എങ്ങനെയാണോ പറയുന്നത്? ഒരു സ്ഥാപനം നൽകുന്ന ജോലിയുമായി നമ്മൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആവുന്ന, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനോട് പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ? തൃപ്തിയുള്ള ഒരു ജോബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ എംപ്ലോയീസും ആഗ്രഹിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് തരുന്ന ജോലി എത്രത്തോളം നമ്മൾ അതിൽ പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് ജോബ് ഫിറ്റ് എന്നിവിടെ പറയുന്നത്, അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഓക്കെ, അപ്പോ നമുക്ക് എൻകറേജ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു അവസരങ്ങൾ, നല്ല ചുറ്റുപാട് തരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ജോലിയിൽ എങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ വർക്ക് എഫേർട്ട് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ എഫേർട്ട് എടുത്താണെങ്കിലും നമുക്ക് തൃപ്തിയോടെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ജോലിനോട് പൊരുത്തപ്പെടാൻ പറ്റണം, ഒരു അറ്റാച്ച്മെന്റ് വേണം. എന്ത് ജോലി, ഇപ്പൊ ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിൽ എന്താണ്, ടീച്ചർ എന്നൊരു കോൺസെപ്റ്റിനോട് അല്ലെങ്കിൽ ടീച്ചർ എന്ന പ്രൊഫഷനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വേണം. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ, വളരെ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. മാനസികമായിട്ട് നമുക്ക് അതിനോട് യോജിപ്പില്ലെങ്കിൽ നമുക്ക് എവിടെയും തുടരാനായിട്ട് സാധിക്കില്ല. അതിപ്പോ ജോലിയിലാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എന്താണ്, നമുക്കത് സാധിക്കില്ല അല്ലെ. പലരും പലരുടെ ജീവിതത്തിൽ അത് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. നമുക്ക് തുടരാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത, നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ആരും നിൽക്കില്ല. മാക്സിമം പിടിച്ചു നിന്നിട്ട് എന്താണ്, നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകും. ആരാണെങ്കിലും എന്താണ്, മാനസിക നില തെറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിൽക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടില്ല ന്യൂസിലേക്ക് ഓരോരുത്തരെ ഇപ്പൊ പ്രഷർ മൂലം ആത്മഹത്യ ചെയ്തു, സൂസൈഡ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആക്സിഡന്റ് സംഭവിച്ചു, അതൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കില്ല. എത്ര തരം ഓഫറുകൾ തന്നാൽ പോലും നമുക്ക് ഇഷ്ടമല്ലാത്ത ജോലി ആരും ചെയ്യില്ല. ഓക്കെ, യെസ്. In the theory, each employee has a specific set of needs to fulfill as a set of job-related behaviors and abilities to contribute. ഇനി നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു തിയറി പ്രകാരം ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട് അല്ലെ. നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും എന്തിനു പോകുന്നത്, ജോലിക്ക് പോകുന്നത്, നമ്മുടെ മാക്സിമം കോൺട്രിബ്യൂഷൻസ് അവിടെ കൊടുക്കുന്നത് അല്ലെ. യെസ്, അവിടെയൊക്കെ നമ്മളെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ എന്ത് ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയർ ആണ് അല്ലെ. എവിടെ എങ്ങനെ വർക്ക് ചെയ്താലും നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്താലും കമ്പ്യൂട്ടറിലെ വർക്ക്സ് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കണമെങ്കിൽ എന്താണ്, നമ്മളുടെ ബിഹേവിയർ വളരെ എങ്ങനെയുള്ളതായിരിക്കണം, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആവണമെങ്കിൽ എന്താണ്, ഇൻഡിവിജ്വൽ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം നല്ല രീതിയിലാവണമെങ്കിൽ വർക്കിംഗ് കണ്ടീഷനും കൂടി നല്ല രീതിയിലായിരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ ഒരിക്കലും ഒരു കോൺട്രിബ്യൂഷൻസോ എഫേർട്ട്സ്നെസ്സോ എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പല ആവശ്യങ്ങളും നേടിയെടുക്കാനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മള് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ആവശ്യകതകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമുക്ക് നല്ല സാലറിയോടുകൂടി നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ജോലിക്ക് നമ്മൾ ഏറ്റെടുക്കുന്നത്. If the organization can take complete the benefit of those behavioral abilities as exactly fulfill the employee's needs, it will have achieved a perfect person job fit. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, organization can complete the benefit of those behaviors, abilities and exactly fulfill the employee's needs. ഒരു ഓർഗനൈസേഷൻ ഒരു സ്റ്റാഫ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ആവശ്യകതകൾ കാണുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. നമുക്ക് ചെറിയൊരു സാലറി തരുന്നുണ്ട്, ചെറിയ രീതിയിൽ നമുക്ക് റിഫ്രഷ്മെന്റ് ഉണ്ട്, ചെറിയ ബോണസുകൾ, വലിയ ബെനിഫിറ്റ്സ് ഒന്നും തരുന്നില്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് അവിടെ വലിയ അച്ചീവ്മെന്റ് ഇല്ലെന്ന് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ ഒരിക്കലും ആ ജോലിയിൽ നമുക്ക് പൊരുത്തപ്പെടോ, നമുക്ക് കുറച്ച് ശമ്പളമാണ് തരുന്നത്, നമുക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മളവിടെ പൊരുത്തപ്പെടോ പിള്ളേരെ, നമ്മൾ ആ ജോബിന് ഫിറ്റ് ആയിരിക്കോ, അല്ല, ഒരിക്കലും അല്ല അല്ലെ. യെസ്, underline ചെയ്ത behaviors and abilities and exactly fulfill the employee's needs, it will have achieved a perfect person job fit. അപ്പൊ നമുക്ക് ആവശ്യകതകൾ നേടിയെടുക്കാൻ പറ്റുന്ന ജോലികളാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ജോലിയിൽ പൊരുത്തപ്പെടുള്ളൂ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് ഫീൽ ഫ്രീ ആണ്, നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആ ജോലിയുമായി പൊരുത്തപ്പെട്ടു പോകും അല്ലെ, ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് തോന്നും. യെസ്, of course such a perceived level of person job fit infrequently achieved due to various reasons such as imperfect selection procedure, different individual skills, constant change in the needs and requirements of people, organization, etc. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജോബ്
ഫിറ്റ് അല്ല, ഇപ്പൊ നമ്മൾ ആ ഒരു ജോലിയുമായി പൊരുത്തപ്പെടാത്തതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, പല റീസൺസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് എന്തൊക്കെയാണ്? ഒന്ന് ഇൻപെർഫെക്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ, കമ്പനിയിൽ നടക്കുന്ന ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സുകള്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽ സ്കിൽസുകൾ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ എല്ലാവർക്കും ഒരേ കഴിവുള്ളവരായിരിക്കും, അപ്പൊ എല്ലാവർക്കും ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല, അതൊരു പ്രോബ്ലം, അതൊരു റീസൺ ആണ്. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ചേഞ്ച് ഇൻ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ. കോൺസ്റ്റന്റ് ചേഞ്ച് ഇൻ നീഡ്സ്, എന്താണ് കോൺസ്റ്റന്റ് ചേഞ്ച് ഇൻ ദ നീഡ്സ് എന്ന് പറയുന്നത്? നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യകതകളിൽ നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നാൽ, എനിക്ക് അത് വേണം ഇത് വേണം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ കമ്പനി എന്താണ് ഓർഗനൈസേഷൻ തന്നെ എന്താണ് നമുക്ക് പല പല രീതിയിലുള്ള കാര്യങ്ങൾ തന്നിട്ട്, അപ്പൊ നമുക്ക് എന്താണ് അവർ പറയുന്ന ജോലിക്ക് അനുസരിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾ മാറും അല്ലെ, നമുക്ക് അത് വേണം ഇത് വേണം ഇത്ര നീഡ്സുകൾ ആവശ്യമാണെന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെ ഒരു സമയം അത് ആൾക്കാരുടെ നേച്ചർ അനുസരിച്ച് മാറല്ലേ, നമ്മളുടെ നേച്ചറിൽ നമുക്ക് ആവശ്യങ്ങൾ ഒരിക്കലും നിൽക്കുന്നില്ല അല്ലെ, നമ്മുടെ ആവശ്യകതകൾ ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല, ദിനം പ്രതി നമുക്ക് എന്തുണ്ട് നീഡ്സുകൾ ഉണ്ട്. അപ്പൊ ഇത്തരം കാരണങ്ങൾ എന്താണ്? ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജോബ് ഫിറ്റ്, അതായത് നമ്മൾ അവിടെ പൊരുത്തപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇൻപെർഫെക്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ ആണ്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽ സ്കിൽസ് ആണ്, കോൺസ്റ്റന്റ് ചേഞ്ച് നീഡ്സ്, നമ്മളുടെ ആവശ്യകതകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ ആ ജോലിയിൽ പൊരുത്തപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളായി ഇവിടെ പറയുന്നത്. Thus, the behavior of individuals in organization is the primary concern of management, and it is essential that managers have a comprehension of the factors influencing the behavior of the individuals they manage. The following figures identify 5 sets of factors that have an impact upon individual behavior in organization. അപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ പീപ്പിൾസിന്റെ പ്രൈമറി ആയിട്ടുള്ള കൺസേൺസുകൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്താണ് വ്യക്തികളുടെ ഓരോ സ്ഥാപനത്തിലെ വ്യക്തികളുടെ പെരുമാറ്റത്തിനെ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്ന് അവരെ മനസ്സിലാക്കിയാണ്. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ പറയുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വൽസിനെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങൾ ഉണ്ടെന്നാണ്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന 5 ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ജോബ് ഫിറ്റ്, അല്ലെങ്കിൽ പേഴ്സൺ ജോബ് ഫിറ്റ് എന്താണെന്നുള്ള കാര്യം മാത്രം ഇവിടെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? കമ്പനിയുടെ ഏറ്റവും വലിയ ആശങ്ക അല്ലെങ്കിൽ അവരുടെ ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ് ടീച്ചർ പറഞ്ഞല്ലോ, ജോബ് ഫിറ്റ് എന്താണെന്ന് മാത്രം മതി. ഓക്കെ, ഈ റീസൺസ് കൂടി അണ്ടർലൈൻ ചെയ്യണേ. റീസൺസ്: imperfect selection procedures, different individual skills, constant change in needs and requirements of people and organization, etc. അത്ര അണ്ടർലൈൻ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം 5 ഫാക്ടേഴ്സ്. വ്യക്തികളുടെ വ്യത്യാസത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്? The nature of individual difference. The nature, അതിൽ ആദ്യത്തെ വരുന്ന എന്താണ്? The nature of individual difference. എന്താണ് individual difference എന്ന് പറയുന്നത്? ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന എന്താണോ അതാണ് എന്ത്?
വ്യക്തി വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. വ്യക്തി വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ആരും ഒരേപോലെ അതുപോലെ ട്വിൻസിനെ കണ്ടാൽ എന്താണ്? ട്വിൻസ് എന്നിട്ടില്ല നിങ്ങള് ഇരട്ടകളെ കണ്ടാൽ എന്താണ്? നമുക്ക് കാഴ്ചയിൽ മാത്രമേ സിമിലാരിറ്റി തോന്നുള്ളൂ, പക്ഷെ അവരുടെ പല കാര്യങ്ങളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അവരുടെ തോട്ട്സ് വ്യത്യാസമുണ്ട്, സ്കില്ല് വ്യത്യാസമുണ്ട്, പല ഫിസിക്കൽ ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്, പല കാര്യങ്ങളിൽ അവർക്ക് എന്തുണ്ട്? വ്യത്യാസങ്ങൾ. നമുക്ക് കാഴ്ചയിൽ ഒരുപോലെ തോന്നുമായിരിക്കും, പക്ഷെ ഫിസിക്കൽ ഫീച്ചറിൽ തന്നെ അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. മൂക്കിന്റെ നോസിന്റെ ഷേപ്പ്, അയ്യറുടെ ഷേപ്പ് ആയിരിക്കും, ചിലപ്പോൾ ബ്രൗൺ ഐസ് ആയിരിക്കും, ബ്ലൂ ഐസ് ആയിരിക്കും, അങ്ങനെ അങ്ങനെ പല ഡിഫറൻസ് ഉണ്ടാവും. ആരും ഒരേപോലെയല്ല. നമ്മൾ പറയാറുണ്ട് ഒരാളെ പോലെ 9 പേരുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. 9 പേരുണ്ടെങ്കിൽ തന്നെ എന്താണ്? 9 പേർക്കും 9 ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ 500 മെമ്പേഴ്സ് അല്ല 500 സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ എന്താണ്? 500 ബിഹേവിയർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും അല്ലെ. 500 ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഈ വ്യക്തി വ്യത്യാസത്തിന്റെ സ്വഭാവം എന്താണ്, എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ദാറ്റ് വെരി ഫ്രം പേഴ്സൺ ടു വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് അല്ലെ. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ദാറ്റ് വെരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണോ അതാണ് എന്ത്? വ്യക്തി വ്യത്യാസം അഥവാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ ഡിഫറൻസിന് നമ്മള് ഇവിടെ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതൊന്നും മാത്രമല്ല, ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിഫറൻസസ് എന്നാണ്. ഇവിടെ സ്പെല്ലിംഗ് തെറ്റുണ്ട് കേട്ടോ. ഫിസിക്കൽ PHYSICL എന്നാണ് ഫിസിക്കൽ. ഇവിടെയും സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. സൈക്കോളജിക്കൽ എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റ് ആണോ? ടെക്സ്റ്റ് കറക്റ്റ് ആണോ? ഇങ്ങനെയാണ് എടുക്കുന്നത്, തിരുത്തിക്കോളൂ കേട്ടോ. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എന്നാക്കാം. ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ഡിഫറൻസസ് ആണ്. സൈക്കോളജിക്കൽ ഡിഫറൻസ് എന്നാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ. എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി അല്ലെ. പേഴ്സണാലിറ്റിയിൽ വ്യത്യാസമുണ്ട്, വ്യക്തികളിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഓരോരുത്തരും ഓരോ പേഴ്സൺസ് ആണ്. ആറ്റിറ്റ്യൂഡ്സ്, ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം അല്ലെ. ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. മോട്ടിവേഷൻ, പ്രേരണയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ലേണിംഗ് അല്ലെ. ലേണിംഗ് എന്താണ്? അറിവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പെർസെപ്ഷൻ, പെർസെപ്ഷൻ എന്താണ്? ധാരണ. നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും, നമുക്കൊരു വീക്ഷണം ഉണ്ടായിരിക്കും. നമ്മൾ ഒരു പ്രശ്നത്തെ പല ആംഗിളിലൂടെ നോക്കി കാണുന്നവരായിരിക്കും. എല്ലാവരും ഒരേപോലെ കാണുന്നവരല്ല. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്കൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടിവേഷൻ, ലേണിംഗ് ആൻഡ് പെർസെപ്ഷൻ. പഠിക്കുന്ന കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആണുള്ളത്. പല ആറ്റിറ്റ്യൂഡ്സ് ഉള്ളവരാണ്, പല രീതിയിൽ മോട്ടിവേഷൻസ് ഉള്ളവരാണ്, പല നോളജ് അക്യൂർ ചെയ്യുന്നവരാണ് അല്ലെ. നോളജ് കുറവുള്ളവരുണ്ടാവാം, പരിമിതമായ നോളജ് ഉണ്ടാവാം അല്ലെ. അതൊക്കെ കാറ്റഗറൈസ് അനുസരിച്ച് എന്താണ് വ്യത്യാസമുള്ളത്. എല്ലാവർക്കും എല്ലാ അറിവുകളും ഉണ്ടായിരിക്കണമെന്നില്ല. അതുപോലെ പെർസെപ്ഷൻ, പല ധാരണകൾ ഉള്ളവരാണ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് സൈക്കോളജിക്കൽ ഡിഫറൻസസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സൈക്കോളജിക്കൽ ഡിഫറൻസ്. യെസ്, നെക്സ്റ്റ് ഫിസിയോളജിക്കൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫറൻസ്. ഫിസിക്കൽ ഡിഫറൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാലോ, ബോഡി ഷേപ്സ് അല്ലെ. മെലിഞ്ഞവരുണ്ടാവാം, തടിച്ചവരുണ്ടാവാം, ഒബീസിറ്റി ആയവരുണ്ടാവും അല്ലെ, പൊണ്ണത്തടിയുള്ളവരുണ്ടാവാം. ഓക്കെ, പല ഷേപ്സ് വരുന്നുണ്ട്. ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും, വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാവും. കോംപ്ലക്ഷൻ, കോംപ്ലക്ഷൻ എന്താണ്? സങ്കീർണത. എന്താണ് അത്? എന്തെങ്കിലും തരത്തിൽ ഡിസബിലിറ്റീസ് വരുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉള്ള പേഴ്സൺസ് ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു പേഴ്സൺസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല അല്ലെ. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉള്ളവരുണ്ടായിരിക്കും അല്ലെ. ഇൻബോൺ ആയിട്ട് സംഭവിച്ചവരുണ്ടാകാം. അപ്പിയറൻസ്, അപ്പിയറൻസ് എന്താണ്? അപ്പിയറൻസ്, അപ്പിയറൻസും മാനറിസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പിയറൻസ് ആൻഡ് മാനറിസം. മാനറിസം എന്താണ്? അപ്പൊ
അപ്പിയറൻസ് നമ്മുടെ രൂപഭാവം അല്ലെ, രൂപഭാവം അത് നമ്മുടെ ഡ്രസ്സിങ് വരാം, നമ്മളുടെ എന്താ പറയാ അപ്പിയറൻസ്, രൂപഭാവത്തിൽ നമുക്കത് അറിയാൻ പറ്റും. ലുക്ക്, യെസ് വെരി ഗുഡ്, ലുക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നല്ല ലുക്കിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, നല്ല അപ്പിയറൻസോട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള അപ്പിയറൻസ് രൂപഭാവത്തിലുള്ളവരാണ്. അപ്പൊ പ്രധാനമായിട്ടും മനുഷ്യന് ഇൻഡിവിജ്വൽസിന് രണ്ട് ഡിഫറൻസസ് ആണുള്ളത്. സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്, ഫിസിക്കൽ ഡിഫറൻസസ് ഉണ്ട്. സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റി തുടങ്ങി പെർസെപ്ഷൻസ് വരെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ ഡിഫറൻസസിൽ ഒരാളുടെ ബോഡി ഷേപ്സ് വ്യത്യാസമുണ്ട്, ഹൈറ്റ്, വെയിറ്റ്, കോംപ്ലക്ഷൻ, അപ്പിയറൻസ് തുടങ്ങി പല കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, at any time an organization attempts to access individual difference among its employees, it must consider the situation in which behavior occurs. Individuals who are gratified in one context may prove to be discredited in another context. Anytime an organization attempts to access individual difference among its employees, organization എന്താണ്, ഒരു സ്ഥാപനം അതിന്റെ ജീവനക്കാരുടെ എന്ത് വ്യത്യാസങ്ങൾ വിലയിരുത്തിയിരിക്കണം എന്നാണ് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഒരു സ്ഥാപനത്തിൽ 50 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 50 പേരിലും വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ആ വ്യക്തി വ്യത്യാസങ്ങൾ അസസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ആര്? ഒരു ഓർഗനൈസേഷൻ അല്ലെ. ഒരു ഓർഗനൈസേഷൻ എത്ര മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ എല്ലാം തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലെങ്കിൽ അവരുടെ എന്താണ് വ്യക്തി വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് ഒരു ഓർഗനൈസേഷൻ കൃത്യമായി ശ്രമിച്ചിരിക്കണം. ഓക്കെ, ആ വിലയിരുത്തലിലൂടെയാണ് നമ്മൾ ഓരോരുത്തരുടെ ബിഹേവിയർ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സിറ്റുവേഷൻസ് കൊടുക്കല്ലോ, ഓരോ ജോലി അവസരങ്ങൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ആ ജോലിയിലൊക്കെ അവർ എങ്ങനെ അവർ ആ ഒരു ബിഹേവിയർ കാണിക്കുന്നു, ഏതൊക്കെ ബിഹേവിയറാണ് അവരോട് കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് വ്യത്യസ്ത ബിഹേവിയർ കാണിക്കുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ. എല്ലാവരിലും വ്യക്തി വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് വ്യത്യസ്ത പെരുമാറ്റങ്ങളായിരിക്കും എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ എന്ത് കണ്ടെത്തിയിരിക്കണം? ഓരോരുത്തർക്കും വ്യക്തി വ്യത്യാസങ്ങളുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തല് മസ്റ്റ് ആയിട്ടും ഓർഗനൈസേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then assess both individual differences and contribution in relation to inducements and contests. Then is a major challenge for organization as they attempt to establish effective psychological contracts with their employees and achieve optimal fits between people and jobs. നമ്മൾ പറഞ്ഞ വ്യക്തിഗത വ്യത്യാസങ്ങളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മളപ്പോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഇത്രയും ആൾക്കാർ ഒരേപോലെ ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം അവർക്ക് വേണ്ട ഇൻഡ്യൂസ്മെന്റ്സ് ഒക്കെ കൊടുത്ത് മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിഹേവിയറിൽ വേറെ മാറ്റങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കോൺട്രിബ്യൂഷൻസ് ബെനിഫിറ്റ്സുകൾ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അത് കിട്ടാത്ത പക്ഷത്തിലാണ് എന്താ മാക്സിമം ബിഹേവിയറിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറയുന്നത്? എഫക്റ്റീവ് സൈക്കോളജിക്കൽ കോൺട്രാക്ട്സ് വിത്ത് ദെയർ എംപ്ലോയീസ് ആൻഡ് അച്ചീവ് ഒപ്റ്റിമൽ ഫിറ്റ്സ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ജോബ്സ്. പിന്നെ ജീവനക്കാർ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്? നല്ല രീതിയിലുള്ള സൈക്കോളജിക്കൽ കരാറുകൾ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള കരാറുകൾ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ എന്താണ്? അവരുടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ബിഹേവിയർ നല്ല രീതിയിൽ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് വേണ്ട ആവശ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്റ്റാഫുകൾക്കായിരിക്കും, എംപ്ലോയീസിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, പല ബിഹേവിയർ ഉള്ളവരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആർക്കും അച്ചീവ്മെന്റ് ഉണ്ടാവുള്ളൂ, ഓർഗനൈസേഷന് അച്ചീവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ, ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിന് പ്രാധാന്യം കൊടുക്കുക. അവരുടെ വ്യക്തി വ്യത്യാസങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം ഓർഗനൈസേഷൻ വർക്ക് ചെയ്യേണ്ടത്. അത് വളരെ വലിയൊരു ചാലഞ്ച് തന്നെയാണ്. നമ്മൾക്കറിയില്ല, സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഈ ഹെഡ് പൊസിഷൻസ് ഉള്ളവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഓക്കെ, യെസ്, മനസ്സിലായോ?
Individual differences make the manager's job endlessly challenging. ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തി വ്യത്യാസങ്ങളാണ്. ഓരോ സ്റ്റാഫിന്റെ ഇടയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഡൈനാമിക് നേച്ചറുകൾ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. Yes, in fact, according to recent research, variability among workers is substantial at all levels but increased dramatically with the job intricacy. Due to these reasons, growing workforce diversity compels managers to view the individual difference in fresh way. Leaders now talk frequently about valuing difference and learning to manage diversity. So rather than limiting the diversity as the past, today managers need to better understand and accommodate employee diversity and individual differences. നമ്മൾ പറഞ്ഞു മാനേജേഴ്സിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ്. അതായത് പല കാരണങ്ങളുണ്ട്, അത് പലതരം കോംപ്ലക്സ് സങ്കീർണതയോടെയാണ് ഒരു കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ്, മാനേജറിനെ സംബന്ധിച്ചുള്ള വ്യക്തിഗത വ്യത്യാസങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തൊഴിലവസരങ്ങൾ, ആ ജോലികളെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പല വൈവിധ്യങ്ങളൊക്കെ കൊണ്ടുവരാ എന്ന് വിചാരിച്ചാൽ പോലും എന്താണ്, എല്ലാവരെയും ഒരേപോലെ നിർത്തുക എന്നുള്ളത് പറ്റില്ല. കാരണം എന്താണ്, അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാവർക്കും കൊടുക്കുന്ന ജോലി എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. അവിടെ എല്ലാം സ്കിൽസിലെ, ടാലന്റിൽ, ആറ്റിറ്റ്യൂഡ്സിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് പുതിയ രീതിയിലെങ്കിൽ ഇതിനൊക്കെ കൈകാര്യം ചെയ്യണം അല്ലെ. ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എന്താണ്, നല്ലൊരു രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതിനാദ്യം എന്ത് മനസ്സിലാക്കണം? വാല്യൂ ഡിഫറൻസ് അല്ലെ. ഈ വ്യത്യാസങ്ങൾക്ക് ഒരു മൂല്യമുണ്ട്. ഓരോ വ്യക്തികൾക്ക് പല സ്വഭാവങ്ങളുണ്ട്. ആ പല സ്വഭാവങ്ങളാണ് വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്. ആ അതിനെന്ത് കൊടുക്കണം? മൂല്യം കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് ഡിഫറൻസസിന് നമ്മൾ വാല്യൂ കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം എടുക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട്, അതായത് അവരുടെ സ്വഭാവങ്ങൾ, ബിഹേവിയർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ എന്താണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ പറയുന്നത് എന്താണ്, മാക്സിമം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി കൊണ്ടിട്ടാണ് ഓരോ ഓർഗനൈസേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ള ആൾക്കാരാണ് ഈ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ആരും കൊണ്ടുവരുന്നത്? ടുഡേ മാനേജർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മാനേജർമാർ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വ്യക്തി വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊരു സമീപനമാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ എന്താണ്, അവിടെ വേറെ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. നമുക്ക് വളരെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ആ ജോലി നല്ല രീതിയിൽ ചെയ്യാനും ഓർഗനൈസേഷനെ അതിന്റെ ഗോളിലേക്ക് എത്തിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, എന്ത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം? ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതായത് വ്യക്തി വ്യത്യാസങ്ങളെ നന്നായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് ഇപ്പോ ഓർഗനൈസേഷൻസ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടോ? എനിക്ക് ഒരു പോയിന്റ് വൈസ് ആണെങ്കിൽ അങ്ങനെ പോയിന്റ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു അല്ലെ. രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ജോലിയിൽ വൈവിധ്യങ്ങൾ മാത്രമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അവിടെ പെരുമാറ്റത്തിന് അല്ലെങ്കിൽ ബിഹേവിയറിന് ഇൻഡിവിജ്വൽസിനൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷെ പിന്നീടുള്ള പഠനങ്ങളാണ് ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് ഒരു ഓർഗനൈസേഷന് മുൻതൂക്കമെന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നത്. അപ്പോഴാണ് എന്ത് മനസ്സിലാക്കാൻ തുടങ്ങിയത്? ഇത്തരത്തില് ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ഉണ്ട്, വ്യക്തികളിൽ പല വ്യത്യാസങ്ങളുണ്ട്. അതിനനുസരിച്ച് മാത്രം ആ വ്യത്യാസങ്ങൾ അനലൈസ് ചെയ്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഇതെല്ലാം വിലയിരുത്തിയാൽ മാത്രമേ ഓർഗനൈസേഷന് എന്തുണ്ടാകുകയുള്ളൂ, നേട്ടങ്ങൾ ഉണ്ടാകുകയുള്ളൂ. പിന്നീടുള്ള പഠനങ്ങളിൽ തെളിയിച്ചതിനു ശേഷമാണ് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിന് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങൾ ഇനി ഇവിടെ പഠിക്കേണ്ടത് കെർക്ലവിന്റെ, ടീച്ചർ പറഞ്ഞ പോലെ കെർക്ലവിന്റെ തിയറിയിൽ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് പഠിക്കണം കേട്ടോ.
സൈക്കോളജിക്കൽ തിയറിയിൽ എന്താണ് അദ്ദേഹം പറയുന്നത്, എന്തിനെ കുറിച്ചിട്ടാണ്? മനുഷ്യന്റെ പെരുമാറ്റത്തെയും അതിന്റെ കാരണങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഗോർഡ്ലാവിൻ നടത്തിയത് അല്ലെ. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ പെരുമാറ്റത്തെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഡൈവേഴ്സ് ഫാക്ടേഴ്സ് ഉണ്ട്, ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഓരോരുത്തരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം തന്റെ തിയറിയിലൂടെ പറയുന്നത്. ഓക്കെ, മാത്രമല്ല എന്താണ് അദ്ദേഹത്തിന്റെ തിയറി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് എൻവയോൺമെന്റ്. പരിസ്ഥിതിയും ഓരോ ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെ കുറിച്ചുള്ള പഠനമാണ് ഗോർഡ്ലാവിൻ തന്റെ റിസർച്ചിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്താണെന്ന് പറഞ്ഞു. സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻസ് ആണ്. ഒരു വ്യക്തിയും സ്ഥാപനവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് ആണ്. വ്യക്തി കൊടുക്കുന്ന സ്കിൽസും അല്ലെങ്കിൽ നോളജിനനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ നമുക്ക് എന്ത് തരുന്നു അതിനുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് സൈക്കോളജിക്കൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ജോബ് ഫിറ്റ്സ്. അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു, ആ ജോലിയിൽ നമുക്ക് തുടരണമെങ്കിൽ, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്താണ്? സൈക്കോളജിക്കൽ കോൺട്രാക്ട് നമുക്ക് ഇക്വിറ്റബിൾ ആയി അല്ലെ, സമത്വപൂർണ്ണമായിട്ടുള്ള രീതിയിലായിരിക്കണം അവിടെ എല്ലാ കാര്യങ്ങളും വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ജോലിയിൽ തുടരും. സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജോലിയിൽ തുടരും. അതുപോലെ തന്നെ ആ ജോലി പൊരുത്തപ്പെടേണ്ടതുണ്ട് അല്ലെ. ഏത് ജോലിയാണെങ്കിലും നമ്മൾ അതിൽ പൊരുത്തപ്പെടേണ്ടത്. ജോബ് ഫിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ദാറ്റ് വെരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണോ അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രധാനമായും രണ്ട് ഡിഫറൻസസ് ഉണ്ട്. സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്, ഫിസിക്കൽ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഭാഗത്തില് വാല്യൂ ഡിഫറൻസ് എന്നുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മാനേജേഴ്സിന്റെ ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ മാനേജറിന്റെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള ബിഹേവിയർ ഉള്ള പേഴ്സൺസ്, അതായത് എംപ്ലോയീസിനെ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരെ വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ലീഡേഴ്സ് നൗ ടോക്ക് ഫ്രീക്വന്റ്ലി അബൌട്ട് വാല്യൂ ഡിഫറൻസ് അല്ലെ. ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ആ വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ലേണിംഗ് ടു മാനേജ് ഡൈവേഴ്സിറ്റി. എങ്ങനെ നമുക്ക് ഇവരുടെ വ്യത്യസ്തത, എല്ലാവരിലും വ്യത്യസ്തത എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ പുതിയ മാനേജേഴ്സ് അല്ലെങ്കിൽ പുതിയ ഓർഗനൈസേഷൻസ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിത് പറഞ്ഞത്. ഇതിൽ ചോദിക്കാനുണ്ടോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ പിള്ളേർ ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങള്? മോട്ടിവേഷൻസ് തീർന്നായിരുന്നു നിങ്ങളുടെ അടുത്ത്? മോട്ടിവേഷൻ കംപ്ലീറ്റ് ആയോ? മോട്ടിവേഷൻ ഓക്കെ. Yes, okay, thank you. Have a nice day.